സൂഫിസം വെറുമൊരു മതപരമായ ചടങ്ങല്ല, മറിച്ച് ആത്മാവ് അതിൻ്റെ ഉറവിടം തേടി നടത്തുന്ന തീർത്ഥാടനമാണ്. നമ്മളെ തളച്ചിട്ടിരിക്കുന്ന അശ്രദ്ധയുടെ ചങ്ങലകൾ എങ്ങനെ പൊട്ടിക്കാം? ഉടലോടെ ഇവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സ് എവിടെയാണ് അലയുന്നത്? സത്യം തൊട്ടടുത്തുണ്ടായിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് അന്ധരായി പോകുന്നത്? മതത്തിൻ്റെ ബാഹ്യരൂപമായ ശരീരത്തിൽ നിന്ന് അതിൻ്റെ ആന്തരിക സത്യമായ ഹഖീഖത്തിലേക്ക് എങ്ങനെ സഞ്ചരിക്കാം? പള്ളികളിലും അമ്പലങ്ങളിലും നമ്മൾ തിരയുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ മറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ തിരക്കുകളെല്ലാം അല്പനേരത്തേക്കൊന്ന് മാറ്റിവെക്കുക. ഈ വാക്കുകൾ കാതുകൾ കൊണ്ടല്ല, ഹൃദയം കൊണ്ട് കേൾക്കാൻ ശ്രമിക്കുക. കാരണം ഇതൊരു കേവലമായ അറിവല്ല, മറിച്ച് ഇതൊരു ആത്മീയ പരിവർത്തനമാണ്. പ്രിയമുള്ള എല്ലാ സത്യാന്വേഷികൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. നമ്മുടെ ഈ ചെറിയ ലോകത്തിൻ്റെ ബഹളങ്ങളിൽ നിന്ന് മാറി ആന്തരികമായ ശാന്തിയും പ്രകാശവും തേടിയുള്ള ഒരു വലിയ യാത്രയിലാണല്ലോ നമ്മൾ ഉള്ളത്. ദിവ്യബോധം എന്ന ഈ ജ്ഞാനസഭയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഒന്നിച്ചിരിക്കുന്നത് നമ്മുടെ ബോധത്തെ ഉണർത്താൻ സഹായിക്കുന്ന ഒരു ആത്മീയ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിക്കാനാണ്. മഹാനായ ഓഷോ വിവരിച്ച സൂഫി മിസ്റ്റിക്കുകളുടെ നിഗൂഢമായ ലോകത്തേക്കും അവരിലൂടെ വെളിപ്പെടുന്ന പ്രപഞ്ച സത്യങ്ങളിലേക്കും നമ്മൾ ആഴ്ന്നിറങ്ങാൻ പോവുകയാണ്. മതങ്ങളുടെ വേലിക്കെട്ടുകൾക്കപ്പുറം ഹൃദയത്തിൻ്റെ ശുദ്ധമായ സ്നേഹത്തിലൂടെയും പ്രജ്ഞയിലൂടെയും ദൈവത്തെ എങ്ങനെ കണ്ടെത്താം എന്നതിൻ്റെ ഒരു വഴികാട്ടിയാണിത്. നിങ്ങൾ എവിടെയാണെങ്കിലും ഈ നിമിഷം നിങ്ങളുടെ മനസ്സിനെ എല്ലാ തിരക്കുകളിൽ നിന്നും മോചിപ്പിക്കുക. നമുക്കൊരുമിച്ച് ഈ യാത്ര തുടങ്ങാം. ഒരിക്കൽ കൂടി ഏവർക്കും ഈ ആത്മീയ വിരുന്നിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സൂഫി ലോകത്തെ മഹാനായ ഗുരുനാഥൻ ഷാ ഫിറോസിനോട് ഒരിക്കൽ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, അങ്ങ് എന്തുകൊണ്ടാണ് ഞങ്ങളെ വേഗത്തിൽ പഠിപ്പിക്കാത്തത്? ഞങ്ങൾക്ക് സത്യം ഉടനെ അറിയണം, ബോധോദയം ഞങ്ങൾക്ക് വേഗത്തിൽ വേണം എന്നവർ ആവശ്യപ്പെടുകയുണ്ടായി. ഷാ ഫിറോസ് ശാന്തനായി ഇതിന് മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് സത്യം നൽകാൻ എനിക്ക് ധൃതിയുണ്ട്, പക്ഷേ അത് ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറല്ല. ഏറ്റവും വലിയ അർപ്പണമനസ്കനായ ഒരു ശിഷ്യൻ പോലും തൻ്റെ ബോധം ഒരു പ്രത്യേക നിലവാരത്തിൽ എത്തുന്നതുവരെ ഒന്നും പഠിപ്പിക്കത്തക്ക അവസ്ഥയിലല്ല ഉണ്ടാവുകയെന്ന് ഗുരു മറുപടി പറഞ്ഞു. നമ്മുടെ അവസ്ഥയും ഇത് തന്നെയാണ്. നമ്മളൊരു ഗുരുവിൻ്റെ മുൻപിൽ ഇരിക്കുന്നുണ്ടാകും. ശാരീരികമായി നമ്മൾ അവിടെയുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സ് മറ്റെവിടെയോ ആണ്. ഈ അസാന്നിധ്യമാണ് ആത്മീയതയിലെ ഏറ്റവും വലിയ തടസ്സം. ഉടലോടെ ഇവിടെ ഇരിക്കുകയും ഉള്ളം കൊണ്ട് മറ്റെവിടെയോ അലയുകയും ചെയ്യുന്ന ഈ അവസ്ഥയെ മാറ്റാതെ ഒരു ഗുരുവിനും നമ്മളെ സഹായിക്കാൻ കഴിയില്ല. ഒരു കഥ ഓർമ്മ വരികയാണ്. ഒരു രാജാവ് സൂഫിയാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഗുരുവിനെ സമീപിച്ചു. ഗുരു പറഞ്ഞു, രാജാവേ, അങ്ങയുടെ ഏറ്റവും വലിയ ശത്രു എന്നത് അങ്ങയുടെ അശ്രദ്ധയാണ്. രാജാവല്ലേ, രാജാവിന് ആ പറഞ്ഞത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ രാജ്യം ഭരിക്കുന്നത് അതീവ ശ്രദ്ധയോടെയാണ്. പ്രജകൾക്കവിടെ പരാതികളില്ല, പരിഭവമില്ല. പിന്നെങ്ങനെ ഞാൻ അശ്രദ്ധനാക്കും? ഗുരു അവിടെ ഒരു ലളിതമായ പരീക്ഷണം നൽകി. അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, അടുത്ത ഏതാനും നിമിഷം ഞാൻ എന്ത് പറഞ്ഞാലും അങ്ങ് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു എന്ന് മാത്രം പറയണം.
രാജാവ് അത് സമ്മതിച്ചു. ഗുരു പറഞ്ഞു, ഞാൻ ആകാശത്തിനപ്പുറത്ത് നിന്ന് വന്നവനാണ്. രാജാവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. ഗുരു പറഞ്ഞു, ഞാനൊരു നുണയനാണ്. രാജാവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. ഗുരു പറഞ്ഞു, നിങ്ങൾ ജനിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. രാജാവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. ഒടുവിൽ ആ ഗുരു പറഞ്ഞു, നിങ്ങളുടെ പിതാവ് ഒരു സാധാരണ കൃഷിക്കാരനായിരുന്നു. പെട്ടെന്ന് രാജാവ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു, അതൊരു നുണയാണ്, എൻ്റെ പിതാവ് ഒരു ചക്രവർത്തിയായിരുന്നു എന്ന്. നോക്കൂ, രാജാവ് ഇവിടെ സത്യത്തിൽ തോറ്റുപോയിരിക്കുകയാണ്. താനൊരു പരീക്ഷണത്തിലാണെന്നും വിശ്വസിക്കുന്നു എന്ന് മാത്രമേ പറയാവൂ എന്നും അയാൾ മറന്നുപോയിരിക്കുകയാണ്. തൻ്റെ അഹന്തതയെ തൊട്ടപ്പോൾ അയാളുടെ പ്രജ്ഞ അവിടെ ഇല്ലാതായി. നാം എത്രമാത്രം അബോധാവസ്ഥയിലാണ് ജീവിക്കുന്നത് എന്നതിൻ്റെ തെളിവാണിത്. പ്രിയമുള്ളവരെ, ഒരു മതം 3 തലങ്ങളിലാണ് നിലനിൽക്കുന്നത്. അത് മനുഷ്യ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിങ്ങനെ 3 തലങ്ങളിലാണ് ജീവിക്കുന്നത്. ശരീഅത്ത് എന്നാൽ മതത്തിൻ്റെ ബാഹ്യരൂപമാണ്. ശരീരം പോലെ നിയമങ്ങൾ, ആചാരങ്ങൾ, വസ്ത്രധാരണം ഇതെല്ലാം ഇതിൽപ്പെടും. പക്ഷേ ആത്മാവില്ലാത്ത ശരീരം ഒരു ജഡം പോലെയാണ്. ഇന്ന് പല മതങ്ങളും വെറും ജഡങ്ങളാണ്. കാരണം മുഹമ്മദ് നബിയോ ബുദ്ധനോ നൽകിയ ആ ജീവൻ, അതിൻ്റെ ഉള്ളിലെ സത്യം അവിടെ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഹക്കീക്കത്ത് എന്നത് സത്യത്തിൻ്റെ കേന്ദ്രമാണ്. അതായത് മതത്തിൻ്റെ ആത്മാവാണ്. ഇവിടെ എത്തുമ്പോൾ നമ്മൾ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അല്ല, മറിച്ച് നമ്മൾ വെറും സത്യം മാത്രമാണ്. തരീഖത്ത് എന്നത് ബാഹ്യരൂപത്തിൽ നിന്ന്, അതായത് ശരീഅത്തിൽ നിന്നും ആന്തരിക സത്യത്തിലേക്ക്, ഹക്കീകത്തിലേക്ക് നീങ്ങാനുള്ള വഴിയാണ്. സൂഫിസം നൽകുന്നത് ഈ തരീഖയാണ്. അതൊരു ഉപായമാണ്, ഒരു രീതിശാസ്ത്രമാണ്. ഒരു മഹാനായ ഗുരു ജീവിച്ചിരിക്കുമ്പോൾ ആ മതം സജീവമായിരിക്കും. അദ്ദേഹം പോയി കഴിഞ്ഞാൽ ആ ശരീരം അവിടെ അവശേഷിക്കും. ആത്മാവ് പോയ ആ ശരീരത്തെ പിന്നീട് കൈവശപ്പെടുത്തുന്നത് പുരോഹിതന്മാരും രാഷ്ട്രീയക്കാരുമാണ്. അവർ ആ ജഡത്തെ മനോഹരമായി അലങ്കരിക്കും, ജനങ്ങളെ വഞ്ചിക്കും. നമുക്ക് പരിചയം ആ ജഡത്തെ മാത്രമായതുകൊണ്ട് നമ്മൾ അത് വിശ്വസിക്കുകയും ചെയ്യും. നമ്മൾ ആളുകളെ സ്നേഹിക്കുന്നത് പോലും അവരുടെ മുഖം നോക്കിയാണ്, അങ്ങനെയല്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരു ശരീരമില്ലാതെ ആത്മാവായി നമ്മുടെ മുൻപിൽ വന്നാൽ നമ്മൾ ഭയന്നോടും. കാരണം നമുക്ക് രൂപങ്ങളോടാണ് ബന്ധം, സത്യത്തോടല്ല. ആ ശാരീരികമായ അറിവിനെയാണ് ശരീഅത്ത് എന്ന് വിളിക്കുന്നത്. അതിനപ്പുറം കടന്നാൽ മാത്രമേ നമുക്ക് ഒരു സൂഫിയാകാൻ കഴിയൂ. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ഉറക്കത്തെയാണ്. നമ്മൾ ഉണർന്നിരിക്കുന്നു എന്ന് ഭാവിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ നമ്മൾ അബോധാവസ്ഥയിലാണുള്ളത്. ഈ അബോധാവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ ശ്രദ്ധ ശീലിക്കേണ്ടതുണ്ട് നാം. നമ്മളിപ്പോൾ മതത്തിൻ്റെ ബാഹ്യരൂപമായ ശരീഅത്തിനെ കുറിച്ച് സംസാരിച്ചു. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹക്കീകത്തിനെ കുറിച്ചാണ്. ഒരു വൃത്തത്തെ സങ്കല്പിച്ചാൽ അതിൻ്റെ വൃത്തപരിധിയാണ് ശരീഅത്ത് എന്നത്. അവിടെ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, വലിയ ബഹളങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. എന്നാൽ വൃത്തത്തിൻ്റെ കേന്ദ്രമാണ് ഹക്കീകത്ത്. അവിടെ ആൾക്കൂട്ടമില്ല, അവിടെ നിശബ്ദതയാണ്. അവിടെ നമ്മൾ മുസ്ലിമോ ഹിന്ദുവോ ബുദ്ധനോ ക്രിസ്ത്യാനിയോ അങ്ങനെ ആരുമല്ല. നമ്മൾ വെറും സത്യം മാത്രമാണ്. ഈ കേന്ദ്രത്തിലേക്കുള്ള യാത്രയാണ് യഥാർത്ഥ മതം. ശരീഅത്തിൻ്റെ ഘട്ടത്തിൽ നമ്മൾ ഇസ്ലാമിനെ കുറിച്ചോ ക്രിസ്തുമതത്തെക്കുറിച്ചോ സംസാരിക്കും. എന്നാൽ ഹഖീഖത്തിൻ്റെ ഘട്ടത്തിൽ നമ്മൾ സൂഫിസത്തെക്കുറിച്ചും സെൻ മാർഗത്തെക്കുറിച്ചും മാത്രമാണ് സംസാരിക്കുകയുള്ളൂ.
അതുപോലെ ഒരു സത്യാന്വേഷി സദ്ഗുരുവിനെ തേടിയിറങ്ങുമ്പോൾ അവൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് വ്യാജ ഗുരുക്കന്മാരെ തിരിച്ചറിയുക എന്നതാണ്. നമ്മുടെ ഈ ലോകത്ത് കപട ഗുരുക്കന്മാർ ധാരാളമാണ്. അവർ നമ്മുടെ ഭാഷയിൽ സംസാരിക്കും. അവർ നമുക്ക് ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങളെല്ലാം സ്വർണ്ണക്കൊട്ടാരങ്ങളും സുന്ദരികളായ കന്യകമാരും വീഞ്ഞൊഴുകുന്ന നദികളും പരലോകത്തും വാഗ്ദാനം ചെയ്യും. അവർ നമ്മുടെ ആഗ്രഹങ്ങളെ കിക്ലിയാക്കി നമ്മളെ വഞ്ചിക്കും. എന്നാൽ ഒരു യഥാർത്ഥ ഗുരു, ഒരു സദ്ഗുരു നമുക്ക് ഒരേ ഒരു കാര്യമേ വാഗ്ദാനം ചെയ്യൂ. അത് നമ്മുടെ മരണമാണ്. അത് ശാരീരികമായ മരണമല്ല, മറിച്ച് നമ്മുടെ ഞാനെന്ന അഹന്തതയുടെ മരണം. ഗുരു ഒരു തീജ്വാലയാണ്, ശിഷ്യനൊരു ശലഭവുമാണ്. ആ തീജ്വാലയിലേക്ക് വന്നെത്തുന്ന ശലഭം ദഹിപ്പിക്കപ്പെടണം. അഹന്ത നശിച്ചാൽ മാത്രമേ പുതിയൊരു മനുഷ്യൻ ജനിക്കൂ. അതുകൊണ്ട് എവിടെ മരണം നമ്മളെ കാത്തിരിക്കുന്നുവോ അവിടെയാണ് യഥാർത്ഥ ഗുരുവിനെ നമ്മൾ കണ്ടെത്തുക. അതുപോലെ തന്നെ വൃത്തപരിധിയിൽ നിൽക്കുന്ന നമ്മൾ എങ്ങനെ കേന്ദ്രത്തിലേക്കെത്തും? അതിനുള്ള വഴിയാണ് ത്വരീഖത്ത്. ത്വരീഖ എന്നാൽ ഒരു ഉപായം അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ എന്നാണ് അർത്ഥം. സൂഫികൾ ദൈവത്തെക്കുറിച്ച് വാദപ്രതിവാദങ്ങൾ നടത്തുന്നവരല്ല. അവർ നമുക്കൊരു ജാലകം കാട്ടിത്തരും. ആ ജാലകത്തിലൂടെ നോക്കിയാൽ നമുക്ക് ആകാശത്തെ കാണാം. ഒരു ഇരുണ്ട മുറിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ആകാശത്തെക്കുറിച്ച് തർക്കിക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. സൂഫികൾ പറയുന്നത്, ഞങ്ങളുടെ കൂടെ വന്നാൽ ഞങ്ങൾ വഴി കാണിച്ചു തരാം, പക്ഷെ നിങ്ങൾ സ്വയം കാണൂ എന്നാണ്. അവർക്ക് സിദ്ധാന്തങ്ങളില്ലെന്നേ, അവർക്ക് പ്രായോഗികമായ രീതികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സൂഫികളെ പ്രായോഗിക മാർഗത്തിൻ്റെ പ്രാണേതാക്കൾ എന്ന് വിളിക്കുന്നത്. നമ്മുടെ അറിവ് എത്രമാത്രം പരിമിതമാണെന്ന് ഓഷോ പറഞ്ഞ ഒരു കഥയിലൂടെ നമുക്ക് നോക്കാം. പൊട്ടക്കിണറ്റിൽ കഴിയുന്ന ഒരു തവളയുടെ അടുത്തേക്ക് കടലിൽ നിന്ന് ഒരു തവള വന്നു. കടൽ തവള പറഞ്ഞു, ഞാനൊരു മഹാസമുദ്രത്തിൽ നിന്നാണ് വരുന്നത്. കിണറ്റിലെ തവള ചോദിച്ചു, സമുദ്രമോ? അതെത്ര വലുതാണ്? ഏകദേശം ഈ കിണറിൻ്റെ പകുതിയോളം വരുമോ? ഈ ചോദ്യം കേട്ട് കടൽ തവള ചിരിച്ചു. കിണറ്റിലെ തവള കിണറിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് ചാടിയിട്ട് വീണ്ടും ചോദിച്ചു, ഇത്രയും വലുതാണോ നിന്റെ കടൽ? കടൽ തവള പറഞ്ഞു, അത് വിവരിക്കാൻ കഴിയില്ല, അതിന് പരിധികളില്ല എന്ന്. ഉടനെ കിണറ്റിലെ തവള പറഞ്ഞു, ഒന്നുകിൽ നീ ഒരു നുണയനാണ്, അല്ലെങ്കിൽ നീ ഒരു ഭ്രാന്തനാണ്. ഈ കിണറിനേക്കാൾ വലിയ ഒന്നിനെക്കുറിച്ച് ഈ ലോകത്ത് ആർക്കും അറിയില്ല. നമ്മുടെ അവസ്ഥയും ഇത് തന്നെയല്ലേ? നമ്മുടെ ചെറിയ അറിവുകളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ മിസ്റ്റേക്കുകൾ പറയുന്ന അനന്തമായ സത്യങ്ങളെ നിഷേധിക്കുകയല്ലേ ചെയ്യുന്നത്? സത്യത്തെ നമ്മുടെ നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയില്ല. നമ്മൾ സത്യത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉയരുകയാണ് വേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കിയത് കേന്ദ്രത്തിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ്. നമ്മുടെ അഹന്തയെ ദഹിപ്പിക്കാൻ തയ്യാറുള്ള ഒരു ഗുരുവിനെ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. വാദപ്രതിവാദങ്ങൾ ഉപേക്ഷിച്ച് പ്രായോഗികമായ രീതികളിലേക്ക്, അതായത് ത്വരീഖത്തിലേക്ക് പ്രവേശിക്കണം നമ്മൾ. നമ്മളിപ്പോൾ ത്വരീഖത്ത് എന്ന മാർഗത്തെക്കുറിച്ച് സംസാരിച്ചു. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ആ മാർഗത്തിൻ്റെ പ്രായോഗിക തലത്തിലേക്കാണ്. ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, സൂഫിസം എന്നത് ഒരു സിദ്ധാന്തമല്ല, അതൊരു അനുഭവമാണ്. ഒരു ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക് പകരുന്ന അറിവ് വാക്കുകളിലൂടെയല്ല, മറിച്ച് ബോധത്തിൻ്റെ സ്പന്ദനങ്ങളിലൂടെയാണ്. ഗുരു ഇവിടെ നമുക്കൊരു പുതിയ രസതന്ത്രം നൽകുകയാണ്. അത് നമ്മുടെ ഉള്ളിലെ ഇരുട്ടിനെ വെളിച്ചമാക്കാൻ സഹായിക്കുന്ന ആത്മീയ രസതന്ത്രമാണ്. സൂഫികൾക്കിടയിൽ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്. ഒരു കൊച്ചു ഗ്രാമത്തിൽ ദരിദ്രനായ ഒരു വൃദ്ധനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തൊഴിൽ കമ്പിളി നൂൽക്കുക എന്നതായിരുന്നു.
ഓരോ ദിവസവും മണിക്കൂറുകളോളം അദ്ദേഹം തൻ്റെ പണിപ്പുരയിലിരിക്കും. ഇടതുകൈ കൊണ്ട് കമ്പിളിയിഴകൾ വലിച്ചെടുക്കും, വലതുകൈ കൊണ്ട് അത് നൂലായി അച്ചുതണ്ടിൽ ചുറ്റിക്കൊണ്ടിരിക്കും. മറ്റുള്ളവർക്ക് ഇതൊരു സാധാരണ തൊഴിലായിരുന്നു. എന്നാൽ ആ വൃദ്ധനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉഗ്രമായ ധ്യാനമായിരുന്നു. ഓരോ നിമിഷവും അദ്ദേഹം അങ്ങേയറ്റത്തെ ജാഗ്രതയിലായിരുന്നു. അല്പമൊന്ന് ശ്രദ്ധ മാറിയാൽ, ഒരു സെക്കൻഡ് അബോധാവസ്ഥയിലായാൽ ആ നേർത്ത കമ്പിളി നൂൽ പൊട്ടിപ്പോകും. ആ നൂൽ പൊട്ടാതിരിക്കാൻ അദ്ദേഹം തൻ്റെ പ്രജ്ഞയെ ആ നൂലിനോടൊപ്പം ചേർത്ത് വെച്ചു. ഓരോ ചുറ്റിലും അദ്ദേഹം ഉള്ളിൽ ദൈവമെന്ന് സ്മരിച്ചുകൊണ്ടിരുന്നു. ഇതാണ് ദിക്ർ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്തുമാകട്ടെ, അതിൽ പൂർണ്ണമായ ജാഗ്രത പുലർത്തുക. നൂൽ നൂൽക്കുന്നവൻ ആ നൂലായി മാറുകയാണ്. ഇവിടെ പ്രവൃത്തിയും പ്രവർത്തകനും ഒന്നായി മാറുകയാണ്. ഈ അവസ്ഥയിൽ നമ്മൾ പ്രപഞ്ചവുമായി പൂർണ്ണമായും ലയിക്കും. ധ്യാനിക്കാൻ നമ്മൾ പർവ്വതങ്ങളിലോ ഗുഹകളിലോ പോകേണ്ടതില്ലെന്ന് സൂഫികൾ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മുടെ ധ്യാനം. നമ്മൾ നടക്കുകയാണെങ്കിൽ ഞാൻ നടക്കുന്നു എന്ന പൂർണ്ണമായ ബോധത്തോടു കൂടി നടക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഓരോ ഉരുളയിലും ഓരോ രുചിയിലും ജാഗ്രതയുള്ളവനാകുക. നമ്മൾ കുളിക്കുകയാണെങ്കിൽ ശരീരത്തിൽ വീഴുന്ന ഓരോ തുള്ളി വെള്ളത്തെയും തൊട്ടറിയുക. നമ്മൾ സാധാരണയായി നടക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഓഫീസിലായിരിക്കും. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മനസ്സ് ടെലിവിഷനിലോ മൊബൈലിലോ ആയിരിക്കും. ഇതാണ് അബോധാവസ്ഥ. ഈ അബോധാവസ്ഥയിൽ നിന്ന് പുറത്തു വന്ന് ഓരോ നിമിഷത്തിലും സാക്ഷിയായി നിൽക്കുക എന്നതാണ് സൂഫി മാർഗം. ആ വൃദ്ധനായ പണിക്കാരൻ തൻ്റെ മക്കളെയും ഈ ബോധത്തിൻ്റെ വിദ്യ പഠിപ്പിച്ചു. അവർ അവരുടെ മക്കളെയും അങ്ങനെ ഒരു ഗുരുശിഷ്യ പരമ്പര, അതായത് സിൽസില അവിടെ ഉണ്ടായി. ഇതൊരു തൊഴിൽ പഠിപ്പിക്കലല്ല, മറിച്ച് പ്രജ്ഞയെ കൈമാറുന്ന പ്രക്രിയയാണ്. ഓരോ നിമിഷവും ബോധവാന്മാരായിരിക്കാൻ ശീലിക്കുന്നവർക്ക് മാത്രമേ ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയൂ. പ്രജ്ഞ എന്നത് നമ്മുടെ സ്വത്വത്തിൻ്റെ ഭാഗമാകണം. ഉറക്കത്തിൽ പോലും നമ്മൾ സുതാര്യമായ ഉണർവോടെ ആയിരിക്കണം. അപ്പോഴാണ് നമ്മൾ സത്യത്തെ അനുഭവിക്കാൻ തുടങ്ങുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ പഠിച്ചത് ജീവിതത്തെ എങ്ങനെ ഒരു ധ്യാനമാക്കാം എന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലി അത് എന്തുമാകട്ടെ, അതിൽ നിങ്ങളുടെ ബോധത്തെ കൂടി ഉൾപ്പെടുത്തുക. പൊട്ടിപ്പോകാത്ത ആ കമ്പിളി നൂൽ പോലെ നിങ്ങളുടെ പ്രജ്ഞയും മുറിയാതെ മുന്നോട്ട് പോകട്ടെ. മരത്തിൽ നിന്ന് പറിച്ചെടുത്ത ഉടനെ കഴിക്കുന്ന ഒരു പഴത്തിന് പ്രത്യേക രുചി ഉണ്ടാകും. എന്നാൽ ടിന്നിലടച്ച പഴത്തിന് ആ സ്വാദ് ലഭിക്കില്ല. ആത്മീയതയിലും ഇത് തന്നെയാണ് സത്യം. പുസ്തകങ്ങൾ വായിക്കുന്നതും സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുന്നതും ടിന്നിലടച്ച പഴം കഴിക്കുന്നത് പോലെയാണ്. അതിൽ അറിവുണ്ടാകാം, പക്ഷെ അതിൽ ആ ജീവനുണ്ടായിരിക്കില്ല. ജീവിച്ചിരിക്കുന്ന ഒരു ഗുരു എന്നാൽ മരത്തിൽ നിൽക്കുന്ന ഫലം പോലെയാണ്. അത് തീക്ഷ്ണമാണ്, പ്രസരിപ്പുള്ളതാണ്. ആ ഗുരുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്ന മാറ്റം ഒരു പുസ്തകത്തിനും നൽകാൻ കഴിയില്ല. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം അധികാരത്തിൻ്റെതല്ല, മറിച്ച് സ്നേഹത്തിൻ്റെതാണ്. സ്നേഹം ഒരാളെ തടവിലാക്കുന്നതല്ല, മറിച്ച് വിമോചിപ്പിക്കുന്നതാണ്. ഒരു യഥാർത്ഥ ഗുരു നമ്മളെ ഒന്നിനോടും ഒട്ടിപ്പിടിക്കാൻ അനുവദിക്കില്ല. നമ്മൾ അദ്ദേഹത്തെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം നമ്മളെ നമ്മുടെ തന്നെ ഉള്ളിലെ സത്യത്തിലേക്ക് നയിക്കും. പലരും പല ഗുരുക്കന്മാരോടും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഗുരു, ഞാൻ മുൻപ് മറ്റൊരു ഗുരുവിനെ പിന്തുടർന്നിരുന്നു, ഇപ്പോൾ അദ്ദേഹത്തെ ഉപേക്ഷിക്കുന്നത് വഞ്ചനയല്ലേ എന്ന്. ഒരു യഥാർത്ഥ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റൊരു സദ്ഗുരുവിനെ കണ്ടെത്തുന്നത് വഞ്ചനയല്ല, മറിച്ച് നമ്മുടെ വളർച്ചയാണത്. രണ്ട് യഥാർത്ഥ ഗുരുക്കന്മാർ ഒരിക്കലും ശത്രുക്കളല്ല. അവർ ചൂണ്ടിക്കാണിക്കുന്ന ചന്ദ്രനൊന്നാണ്, പക്ഷെ അവരുടെ വിരലുകൾ മാത്രമേ അവിടെ വ്യത്യസ്തമായിട്ടുള്ളൂ.
ശിഷ്യന്മാർ എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഞങ്ങളെ വേഗത്തിൽ പഠിപ്പിക്കാത്തതെന്ന്. പ്രിയമുള്ളവരെ, ആത്മീയതയിൽ കുറുക്കുവഴികളില്ല. ഞാൻ നേരിട്ടത് അനുഭവിച്ചിട്ടുണ്ട്. കുറുക്കുവഴി തേടി ഒരുപാട് ഞാൻ അലഞ്ഞിട്ടുണ്ട്. ധാരാളം പണം അതിനു വേണ്ടി നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. സമയം പോയത് മാത്രമേ മിച്ചം. സത്യത്തിൽ നമ്മളുടെ വളർച്ച എന്നത് സാവധാനത്തിൽ സംഭവിക്കേണ്ട ഒന്നാണ്. ജെറ്റിന്റെ വേഗതയിൽ ബോധോദയം വാഗ്ദാനം ചെയ്യുന്നവർ വ്യാജ ഗുരുക്കന്മാരാണ്. നമുക്കറിയാം, ഒരു വടവൃക്ഷം വളരാൻ ധാരാളം സമയമെടുക്കും. അത് എത്രമാത്രം ആകാശത്തേക്ക് ഉയരുന്നുവോ അത്രമാത്രം ആഴത്തിൽ അതിൻ്റെ വേരുകൾ ഭൂമിയിലേക്കും ഇറങ്ങിച്ചെല്ലണം. നമ്മുടെ വേരുകൾ, അതായത് നമ്മുടെ ആന്തരികമായ അച്ചടക്കവും ജാഗ്രതയുമായ വേരുകൾ തയ്യാറാകാതെ നമ്മൾ ഉയരങ്ങളിലേക്ക് വളർന്നാൽ ഉറപ്പായും നമ്മൾ മറഞ്ഞു വീഴും. അതുകൊണ്ട് ഗുരു നമ്മുടെ ആകിരണ ശേഷി അനുസരിച്ച് മാത്രമേ നമുക്ക് ജ്ഞാനം പകർന്നു തരികയുള്ളൂ. ഓരോ കാൽവെപ്പും ആസ്വദിക്കുക എന്നതാണ് ഇവിടെ പ്രധാനം. ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള ധൃതിയല്ല നമുക്ക് വേണ്ടത്. ഒരു ഗുരു ജീവനോടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രീതികളും ജീവനുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലൂടെയാണ് നമ്മൾ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ കാണുന്നത്. ആ കണ്ണുകളിലെ പ്രകാശം നമ്മുടെ ഉള്ളിലെ അന്ധകാരത്തെ ദഹിപ്പിക്കും. നമ്മൾ അർപ്പണബോധമുള്ള ഒരു ശിഷ്യനാണെങ്കിൽ ഒരു ഗുരുവിനെ ഉപേക്ഷിക്കേണ്ടി വന്നാലും മറ്റൊരു ഗുരുവിൽ നമ്മൾ ആ പഴയ ഗുരുവിൻ്റെ കണ്ണുകളെ തന്നെ കണ്ടെത്തും. രൂപങ്ങൾ മാറാം, പക്ഷേ സത്യത്തിൻ്റെ ആ സ്പന്ദനം എന്നത് അത് ഒന്നായിരിക്കും. അതുകൊണ്ട് മരിച്ചവരെയല്ല, ജീവിച്ചിരിക്കുന്ന സത്യത്തെ ആരാധിക്കുക. നമ്മളിപ്പോൾ തിരിച്ചറിഞ്ഞത് ഗുരു സാന്നിധ്യത്തിൻ്റെ പ്രാധാന്യമാണ്. നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടത് മൃദമായ അറിവുകളല്ല, മറിച്ച് ജീവനുള്ള ഒരു ബോധത്തിൻ്റെ സ്പർശനമാണ്. വേഗതയെക്കുറിച്ചുള്ള ഭയത്തെ നമ്മൾ ഉപേക്ഷിക്കണം. നിശബ്ദനായി ഗുരുവിനെ ശ്രവിക്കാം നമുക്ക്. നമ്മുടെ ജീവിതത്തിൽ വേദനകളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ പഴിക്കാറാണ് പതിവ്. എന്നാൽ സൂഫി മിസ്റ്റിക്കുകൾ പറയുന്നത് വേദന എന്നത് ദൈവത്തിൻ്റെ ഒരു വിളിയാണ് എന്നാണ്. ഉറക്കത്തിൽ കിടക്കുന്ന നമ്മളെ തട്ടിയുണർത്താൻ പ്രകൃതി നൽകുന്ന ഒരു ആഘാതമാണത്. ഒരു മുള്ളു തറയ്ക്കുമ്പോൾ മാത്രമേ നമ്മൾ നമ്മുടെ പാദങ്ങളെക്കുറിച്ച് ബോധവാനാകുന്നുള്ളൂ. അതുപോലെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുകയുള്ളൂ. സുഖസൗകര്യങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഗാഢമായ നിദ്രയിലേക്ക് വീഴുകയാണ്. എന്നാൽ വേദന നമ്മളെ ജാഗരൂകരാക്കുകയാണ്. ഈ ജാഗ്രതയെ ആത്മീയമായ ഉണർവിനായി എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് സൂഫിസത്തിൻ്റെ രസതന്ത്രം. ജീവിതം നമുക്ക് മുള്ളുകളാണ് നൽകുന്നതെങ്കിൽ അതിനെ പൂക്കളായി മാറ്റുവാനുള്ള വിദ്യയാണ് സൂഫിസം പഠിപ്പിക്കുന്നത്. ഇതിനെയാണ് ആൽക്കമി അല്ലെങ്കിൽ രസതന്ത്രം എന്ന് വിളിക്കുന്നത്. സാധാരണ ഒരു ലോഹത്തെ സ്വർണമാക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലെ താഴ്ന്ന വികാരങ്ങളായ ദേഷ്യം, അസൂയ, കാമം എന്നിവയെ സ്നേഹമായും കരുണയായും ബോധമായും മാറ്റാൻ സാധിക്കും. നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ ആ ദേഷ്യത്തെ അടിച്ചമർത്തുകയോ മറ്റൊരാൾക്ക് മേൽ പ്രകടിപ്പിക്കുകയോ ചെയ്യരുത്. പകരം ആ ഊർജത്തെ സാക്ഷിയായി നിന്ന് നിരീക്ഷിക്കണം. ആ നിരീക്ഷണത്തിൻ്റെ ചൂടിൽ ദേഷ്യം ഉരുകിത്തീരുകയും അത് ശുദ്ധമായ ബോധമായി മാറുകയും ചെയ്യും. വിഷത്തെ ഔഷധമാക്കുന്ന ഈ കലയാണ് ഒരു സൂഫി പയറ്റുന്നത്. എന്തിനാണ് ദൈവം നമ്മെ കഷ്ടപ്പെടുത്തുന്നതെന്ന് പലരും സ്വയം ചോദിക്കാറുണ്ട്. സത്യത്തിൽ കഷ്ടപ്പാടുകൾ നമ്മെ ശുദ്ധീകരിക്കുവാനുള്ള തീച്ചൂളയാണ്. ഒരു മൺകുടം തീയിൽ ചുട്ടെടുത്താൽ മാത്രമേ അത് ഉറപ്പുള്ളതാകൂ എന്നതുപോലെ ജീവിതത്തിലെ അഗ്നിപരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമ്മുടെ ഉള്ളിലെ സത്ത ദൃഢമാകുകയുള്ളൂ. ഒരിക്കലും നമ്മൾ കഷ്ടപ്പാടുകളെ ഭയന്ന് ഓടരുത്. പകരം അതിനെ ധീരമായി അഭിമുഖീകരിക്കുക. കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുക, ദൈവമേ, ഈ വേദനയിലൂടെ എനിക്ക് എന്താണ് പഠിക്കാനുള്ളത്? എനിക്കത് കാട്ടിത്തന്നാലും. അപ്പോൾ വേദന ഒരു ശത്രുവല്ല, മറിച്ച് നമ്മൾ നയിക്കുന്ന ഒരു ഗുരുവായി മാറും. ഈ വേദനയുടെ അപ്പുറത്താണ് ആനന്ദം മറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ എന്നാൽ ഒരു സാധ്യതയാണ്. മൃഗങ്ങൾ ജനിക്കുമ്പോൾ തന്നെ പൂർണ്ണമാണ്.
എന്നാൽ മനുഷ്യൻ ജനിക്കുമ്പോൾ അപൂർണനാണ്. അവന് വളരാൻ വലിയൊരു ആകാശമുണ്ട്. ഈ വളർച്ചയ്ക്ക് പ്രതിസന്ധികൾ അനിവാര്യമാണ്. പ്രതിസന്ധികളില്ലാത്ത ജീവിതം വിരസവും നിർജീവവുമായിരിക്കും. നമ്മൾ നേരിടുന്ന ഓരോ പ്രശ്നവും നമ്മുടെ ഉള്ളിലെ ശക്തിയെ പുറത്തെടുക്കുവാനുള്ള അവസരമാണ്. ആത്മീയ യാത്രയിൽ നമ്മൾ എത്രത്തോളം വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നുവോ അത്രത്തോളം നമ്മൾ കേന്ദ്രത്തോട്, അതായത് ഹക്കീകത്തിനോട് അടുക്കും. ഒരു ശില്പം പുറത്തു വരാൻ കല്ലിന് ഉളിയുടെ വേദന സഹിക്കേണ്ടി വരും. നമ്മളിലെ ദിവ്യത്വം പുറത്തു വരാൻ ജീവിതത്തിൻ്റെ ഉളിശരങ്ങൾ ആവശ്യമാണ്. നമ്മൾ പഠിച്ചത് വേദനയുടെ ആത്മീയ തലത്തെക്കുറിച്ചാണ്. പരാതിപ്പെടുന്നത് നിർത്തി പ്രതിസന്ധികളെ വളർച്ചയ്ക്കുള്ള പടവുകളാക്കി മാറ്റാൻ നമുക്ക്. ഉള്ളിലെ വിഷത്തെ അമൃതാക്കി മാറ്റുന്ന ഈ രസതന്ത്രം നമുക്ക് പരീക്ഷിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യമെന്തെന്നാൽ, എനിക്കറിയാം എന്ന ഭാവം ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ ജ്ഞാനം നമ്മിൽ ഉദിക്കൂ എന്നതാണ്. ഒരു പണ്ഡിതൻ തൻ്റെ അറിവുകളെ മുറുകെ പിടിക്കും, എന്നാൽ സൂഫി തൻ്റെ അറിവുകളെ ഓരോന്നായി അഴിച്ചു വയ്ക്കുകയാണ് ചെയ്യുക. നമ്മളൊരു നിറഞ്ഞ പാത്രമാണെങ്കിൽ ദൈവത്തിന് അതിലേക്ക് ഒന്നും ഒഴിക്കാൻ കഴിയില്ല. നിശബ്ദമായ ശൂന്യമായ ഒരു പാത്രമായി നമ്മൾ മാറേണ്ടതുണ്ട്. അറിവിനേക്കാൾ വലിയത് ആ ശൂന്യതയാണ്. ആ ശൂന്യതയിലാണ് പ്രപഞ്ചത്തിൻ്റെ സംഗീതം മുഴങ്ങുന്നത്. ബാഹ്യമായ ബഹളങ്ങൾ അടങ്ങുമ്പോൾ ഉള്ളിലെ നിശബ്ദത സംസാരിക്കാൻ തുടങ്ങും. അതിനായി ആത്മീയതയുടെ വാതിൽ ചെന്ന് നമ്മൾ മുട്ടിക്കൊണ്ടിരിക്കണം. പക്ഷേ ആ മുട്ടുന്നത് വാക്കുകൾ കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ഹൃദയമിടുപ്പുകൾ കൊണ്ടായിരിക്കണം. പ്രാർത്ഥന എന്നാൽ ദൈവത്തോടുള്ള ആവശ്യങ്ങളുടെ പട്ടികയല്ല, മറിച്ച് ദൈവത്തെ കേൾക്കാനുള്ള തയ്യാറെടുപ്പാണ്. മുട്ടുവിൻ തുറക്കപ്പെടും, ചോദിക്കുവിൻ നൽകപ്പെടും, അന്വേഷിക്കുവിൻ കണ്ടെത്തുമെന്ന ഈ സൂക്തം വെറുമൊരു വാഗ്ദാനമല്ല, അതൊരു ശാസ്ത്രീയ സത്യമാണ്. നമ്മൾ എത്രത്തോളം തീവ്രമായി അന്വേഷിക്കുന്നുവോ അത്രത്തോളം ആഴത്തിൽ അസ്തിത്വം നമുക്ക് മറുപടി നൽകും. പക്ഷേ ആ അന്വേഷണത്തിൽ നമ്മുടെ അഹന്ത പാടെ നശിച്ചിരിക്കുന്നു. ചോദിക്കുന്നവൻ ഇല്ലാതാകുമ്പോൾ മാത്രം നൽകപ്പെടുന്നതാണ് ദിവ്യത്വം. സൂഫിസം എന്നാൽ ശവപ്പറമ്പിലെ നിശബ്ദതയല്ല, അത് ആഘോഷത്തിൻ്റെ നിശബ്ദതയാണ്. റൂമിയെപ്പോലെയുള്ള മിസ്റ്റിക്കുകൾ നൃത്തത്തിലൂടെയാണ് ആ നിശബ്ദത കണ്ടെത്തിയത്. ശരീരം നൃത്തം ചെയ്യുമ്പോൾ അതിൻ്റെ കേന്ദ്രത്തിൽ അഥവാ ഹക്കീക്കത്തിൽ ആത്മാവ് തികച്ചും നിശ്ചലമായിരിക്കും. ചക്രത്തിൻ്റെ അച്ചുതണ്ട് പോലെ പുറത്ത് ചക്രം കറങ്ങുമ്പോഴും അച്ചുതണ്ട് അനങ്ങുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലും നമ്മുടെ ഉള്ളിലെ ആ അച്ചുതണ്ട് നിശ്ചലമായിരിക്കണം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ഈ ലോകം നമ്മിൽ ജീവിക്കാതിരിക്കട്ടെ. ഇതാണ് അദൃശ്യതയുടെ കല. നമ്മൾ ജനക്കൂട്ടത്തിലുണ്ടാകും, പക്ഷെ നമ്മുടെ ആത്മാവ് ഏകാന്തതയുടെ ഹിമാലയത്തിലായിരിക്കണം. ഈ സമതുലിതാവസ്ഥയാണ് ഒരു സൂഫിയുടെ സൗന്ദര്യം. നമ്മൾ ഈ കുറച്ചു സമയം കൊണ്ട് കടന്നുപോയത് വായനശാലകളിലൂടെയല്ല, മറിച്ച് നമ്മുടെ തന്നെ ബോധത്തിൻ്റെ പടവുകളിലൂടെയാണ്. ഷാ ഫിറോസിൻ്റെ പ്രജ്ഞയും കമ്പിളി നിൽക്കുന്നവൻ്റെ ജാഗ്രതയും വേദനകളെ പൂക്കളാക്കുന്ന രസതന്ത്രവും നമ്മൾ കണ്ടു. പക്ഷേ ഈ യാത്ര ഒരു തുടക്കം മാത്രമേ ആകുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു വലിയ കടൽ തീരത്താണ്. അക്കരെ സത്യത്തിൻ്റെ പ്രകാശം കാണാം. നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ വിളക്കെങ്കിലും തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യാത്ര സഫലമായി. പക്ഷേ ആ വിളക്കുമായി നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ സഞ്ചരിച്ചത് വെറുമൊരു അറിവിൻ്റെ പാതയിലൂടെയല്ല, മറിച്ച് നമ്മുടെ തന്നെ ബോധത്തിൻ്റെ ആഴങ്ങളിലൂടെയാണ്. ഷാ ഫിറോസിൻ്റെ പ്രജ്ഞയും കമ്പിളി നിൽക്കുന്നവൻ്റെ ജാഗ്രതയും അശ്രദ്ധയുടെ ചങ്ങലകൾ പൊട്ടിച്ചെറിയുവാനുള്ള ആഹ്വാനവും നമ്മൾ കണ്ടു. വേദനകളെ എങ്ങനെ ആത്മീയമായ ഉണർവാക്കി മാറ്റാമെന്ന രസതന്ത്രം നമ്മൾ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു മഹാസാഗരത്തിൻ്റെ തീരത്താണ്. നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങിയിരിക്കുന്നു. ഈ ഭാഗം അവസാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മബോധത്തിൻ്റെ ഒരു ചെറിയ ദീപമെങ്കിലും തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ചു ചെലവഴിച്ച ഈ സമയം സഫലമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഓർക്കുക,
ഇതൊരു അവസാനമല്ല, മറിച്ച് കൂടുതൽ വലിയൊരു വെളിച്ചത്തേക്കുള്ള ഇടവേള മാത്രമാണ്. നമ്മളുള്ളിൽ കരുതി വെച്ച ഈ പ്രകാശം അണയാതെ സൂക്ഷിക്കുക. നമ്മുടെ ഈ മഹാ തീർത്ഥാടനത്തിൻ്റെ അടുത്ത ഭാഗം മുതൽ ഇതിലും നിഗൂഢവും ആഴമേറിയതുമായ സത്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. മരണത്തിനപ്പുറത്തെ ജീവിതം, സമ്പൂർണമായ ആത്മസമർപ്പണം, പ്രപഞ്ചബോധവുമായുള്ള ലയനം, അങ്ങനെ നമ്മെ വിസ്മയിപ്പിക്കുന്ന അധ്യായങ്ങൾ ഇനിയും വരാനിരിക്കുന്നു. ഈ വാക്കുകളെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഒരു ധ്യാനമായി മാറട്ടെ. നിങ്ങളുടെ ചിന്തകളെ ഇത് പരിശുദ്ധമാക്കട്ടെ. അതുവരെ നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും ബോധം നിറയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ദിവ്യമായ ആ ബോധം നിങ്ങളിൽ എന്നും പ്രകാശിക്കട്ടെ. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. സ്നേഹമായിരിക്കുക, ശാന്തമായിരിക്കുക.